മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കൂടുതൽ സഹായവുമായി കേന്ദ്ര സർക്കാർ. ദുരന്തങ്ങൾക്ക് ഇരയാവുന്നവർക്ക് സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാണ് സഹായം. 28 കോടി രൂപ ഇതിന് മാത്രം അനുവദിച്ചു. നിർമ്മിക്കുന്നത് 8 അത്യാധുനിക സംരക്ഷണ കേന്ദ്രങ്ങൾ. വയനാട് ഉൾപ്പെടെ സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ രാജീവ് ചേരുന്നു. രാജീവ്, 28 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിൽ ആണ് ഈ അത്യാധുനിക സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത്? തീർച്ചയായും വയനാട്ടിൽ ഉണ്ട്. ഇത് സംസ്ഥാനത്തിൻ്റെ അപേക്ഷ പരിഗണിച്ച് ഉള്ള ഒരു കേന്ദ്ര സർക്കാർ സഹായമാണോ? അല്ലംബിയർ, നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഖി ദുരന്തമായാലും തുടർന്നിങ്ങോട്ട് 2018 പ്രളയമായാലും 2019 പ്രളയമായാലും ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമായാൽ പോലും പ്രകൃതി ദുരന്തങ്ങൾ സംസ്ഥാനത്ത് തുടർച്ചയായി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായം ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട്ടിൽ 3 ഫയർ സ്റ്റേഷനുകൾ തുടങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചത്. 21 കോടി രൂപയായിരുന്നു കേന്ദ്ര സർക്കാർ കൂടുതൽ ഫയർ സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വയനാട് ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായി നേരിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അതായത് 3 ഫയർ സ്റ്റേഷനുകൾ മാത്രമായിരുന്നു വയനാട് ജില്ലയിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ആദ്യം എത്തുന്നത് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരാണ്. ഈ 3 ഫയർ സ്റ്റേഷനുകൾ മാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് 3 ഫയർ സ്റ്റേഷനുകൾ തുടങ്ങാനായി 21 കോടി രൂപ വയനാടിന് മാത്രം അനുവദിച്ചത്. ഇതിനുശേഷമാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള കൂടുതൽ സഹായം സംസ്ഥാനത്തിന് ലഭ്യമാക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. 529 കോടി രൂപ ഇതിനായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരുന്നു. ഇതിൽ നിന്നാണ് ഇപ്പോൾ 28 കോടി രൂപ ഏതായാലും കേരളത്തിന് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അത്യാധുനിക സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ് 28 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 8 സംരക്ഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ആരംഭിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. വയനാട് ഒരു സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇടുക്കി ഉൾപ്പെടെയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുള്ളത്, ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ദുരന്തത്തിന് ഇരയായവരെ മാറ്റി പാർപ്പിക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. പലപ്പോഴും ഈ സ്കൂളുകൾ കെട്ടിടങ്ങളിലേക്കും ഓഡിറ്റോറിയങ്ങളിലേക്കും മറ്റും മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വെല്ലുവിളിയായി തീരാറുണ്ട്. ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും ഈ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിലോ ഉണ്ടാകാറില്ല. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അത്യാധുനികമായ ഷെൽട്ടറുകൾ ആരംഭിക്കാനായി കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത്. 28 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് 8 ഷെൽട്ടറുകൾ, 8 സംരക്ഷണ കേന്ദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ തുടങ്ങാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ തുക ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ കൈമാറും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 529 കോടി രൂപ സംസ്ഥാനത്തിനായി നീക്കി വെച്ചിരിക്കുന്നത്. ആ തുക ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. നേരത്തെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകളും ധനസഹായവും സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനം ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ വയനാട് ദുരന്തമുണ്ടായി അടുത്ത ദിവസം തന്നെയാണ് 145 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുകയും ഉടൻ തന്നെ അത് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ആ ഘട്ടങ്ങളിലൊക്കെ ആവർത്തിച്ച് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. മാത്രമല്ല, ഒരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ തന്നെ വയനാട്ടിലേക്ക് എത്തിക്കുകയും അദ്ദേഹത്തിനോട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. സൈന്യത്തിൻ്റെ ആയാലും മറ്റ് സംവിധാനങ്ങളുടെ ആയാലും എല്ലാവിധ സജ്ജീകരണങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഇതിനൊപ്പം പ്രധാനമന്ത്രി നേരിട്ട് വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് എത്തുകയും ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. നേരത്തെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ കൃത്യമായ കണക്കുകൾ തന്നെയാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വെച്ചത്. സംസ്ഥാനത്തിൻ്റെ കൈവശം കേന്ദ്രം നൽകിയതുൾപ്പെടെ 576 കോടി രൂപ അപ്പോഴും ശേഷിക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. ഈ തുക ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൂടെ എന്ന് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോഴും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പണം ലഭ്യമാകുന്നില്ല എന്നാണ്. പക്ഷേ അത് ശരിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് ജനം TV ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. 529 കോടി രൂപ സംസ്ഥാനത്തിനായി മാറ്റിവെക്കുന്നു. ആദ്യം 21 കോടി രൂപ ഫയർ സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിനായി നൽകുന്നു. അതിനൊപ്പം തന്നെ ഇനി പുതിയ സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനായി 28 കോടി രൂപ കൂടി അനുവദിക്കുന്നു. ഇനിയും തുക അനുവദിക്കും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തോടൊപ്പം ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ. അൽ നബിയാർ.
യെസ്, വ്യക്തമാണ്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കൂടുതൽ സഹായവുമായി കേന്ദ്ര സർക്കാർ. ദുരന്തങ്ങൾക്ക് ഇരയാവുന്നവർക്ക് സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാണ് സഹായം. 28 കോടി രൂപ ഇതിന് മാത്രം അനുവദിച്ചു. നിർമ്മിക്കുന്നത് 8 അത്യാധുനിക സംരക്ഷണ കേന്ദ്രങ്ങൾ. വയനാട് ഉൾപ്പെടെ സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കും. ആർ രാജീവാണ് വിവരങ്ങൾ നൽകിയത്.